ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റമദാൻ്റെ ടൈമിൽ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റിയ കുറച്ച് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അധികം വയറ്റാണ്ടും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കാം. വീഡിയോയിലേക്ക് ഇപ്പോൾ മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണം പ്രസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കില്ലേ 1 ടീസ്പൂണ് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലെ വേവിച്ചെടുക്കുക. ഒരു 250 ഗ്രാമോളം ഉണ്ടാവും കേട്ടോ ചിക്കന്. നിങ്ങൾക്ക് എത്ര സ്നാക്സ് റെഡിയാക്കുന്നോ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചെല്ലാം എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലോണം വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് ഏകദേശം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചുകൊണ്ടില്ലേ ഈ ഒരു ചിക്കന് കറക്റ്റ് അളവായിരിക്കും. ഇത് വെന്ത് വരുന്ന ടൈം ആകുമ്പോഴേക്കും ഇതിൽ ചിക്കൻ സ്റ്റോക്കിലില്ലേ ആ വെള്ളമെല്ലാം നല്ലോണം വറ്റിയിട്ട് ആ ഒരു ചിക്കനിൽ തന്നെ പിടിക്കുന്ന രീതിയിലായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനെല്ലാം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ചിക്കന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണ്ട, കൈവച്ചിട്ട് ഇങ്ങനെ നമ്മൾ പിച്ചെടുക്കാന്നെല്ലാം പറയും, നുള്ളിയിടാന്നെല്ലാം നമ്മൾ പറയും, അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ, ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഓയിൽ നല്ലോണം ചൂടായാൽ മാത്രം ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത ചിക്കനില്ലേ അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഫില്ലിങ്ങെല്ലാം റെഡിയാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അരുവ് തന്നെ നിന്നിട്ട് കുക്ക് ചെയ്യുമ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് റെഡ് ചില്ലി ഫ്ലെക്സും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണിലും കുറവ് കുരുമുളക് ക്രഷ് ചെയ്തത്, 1 ടീസ്പൂണിലും കുറവ് തന്നെ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം ഏകദേശം നല്ലോണം ഫ്രൈ ആയി നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂണ് കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ തന്നെ റെഡ് ചില്ലി സോസ് ഉണ്ടാവില്ലേ അത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയെടുക്കാം. ഇതെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഇതിലേക്കില്ലേ കുറച്ച് വെജീസ് ചേർത്ത് കൊടുക്കണം. ഞാൻ 3 കളറുള്ള ക്യാപ്സിക്കോന്ന് എടുത്തിട്ടുള്ളത്. ഗ്രീന് മാത്രം നിങ്ങൾക്ക് ഉള്ളുവെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പം ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 3 കളർ ക്യാപ്സിക്കോ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒറിഗാനും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു ക്യാപ്സിക്കം ഭയങ്കരമായിട്ട് കുക്കാണ്ടൊന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതിലേക്കില്ലേ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. 1 കപ്പോളം ക്രീം ചീസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളതിൽ ഇല്ലെങ്കിൽ മയോണൈസ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതും ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഉണ്ടാവില്ലേ അത് ചേർത്ത് കൊടുക്കുക. അതും ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണും മൈദയും 1 കപ്പ് പാലും കൂടി വെച്ചിട്ട് ഇതൊന്ന് തിക്കാക്കിയെടുക്കാം. ഇനിയിപ്പം പാരൻസിനും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കാം. ഈക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാലോ 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും, അതേപോലെ 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ എക്സാമിൻ്റെ ടൈമല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ എക്സാമിൻ്റെ ടൈമായി കഴിഞ്ഞാൽ മക്കൾക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ഇവിടുന്ന് ആ ചോദ്യം വരുത്തുക, അതുപോലെ തന്നെ പഠിച്ചതെല്ലാം ഓർമ്മ ഉണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നെല്ലാം വരുമോന്നല്ലേ ഉള്ളത്. അപ്പോൾ അവരുടെ ടെൻഷൻ കാണുമ്പം നമുക്കും ടെൻഷനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമായിട്ട് ആൽബർട്ട് ഇപ്പോൾ ഈ ഒരു അധ്യയന വർഷത്തിൽ മക്കൾക്ക് എക്സാം ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള അവർക്ക് പ്രയാസമുള്ള വിഷയങ്ങളിൽ മികച്ച മാർക്ക് നേടാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. കൃത്യമായൊരു ഗൈഡൻസ് കിട്ടുമ്പോഴേ കുട്ടികൾക്ക് ഒരു കോൺഫിഡൻറ്റും ഉണ്ടാവും എക്സാമിൽ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോളിപ്പോൾ അറ്റൻഡ് ചെയ്യുന്നതിലെ ആൽബർട്ടയുടെ A+ മാഗ്നറ്റ് എക്സാം ഓറിയൻറ്റഡ് ക്രാഷ് കോഴ്സാണ് കേട്ടോ. കഴിഞ്ഞ വർഷവും നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരു പ്രോഗ്രാമാണിത്. കൂടാതെ തന്നെ 4-5 വയസ്സുള്ള ചെറിയ കുട്ടികളെല്ലാം ഉണ്ടാവില്ലേ, അവർക്ക് അടുത്ത വർഷത്തേക്ക് LKG UKGയിലെല്ലാം ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുട്ടികൾക്ക് ഒരു ഫൗണ്ടേഷൻ ക്ലിയർ ആക്കുന്ന രീതിയിലുള്ള ഒരു 20 ഡേയ്സ് പ്രോഗ്രാമും ഇവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അഡ്മിഷനും കൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഒരുപാട് പേര് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യും. അപ്പോൾ വേണമെന്നുള്ളവരില്ലേ പെട്ടെന്ന് അവരെ കോൺടാക്ട് ചെയ്തോ. ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും മാത്രം ജോയിൻ ചെയ്താൽ മതി.
അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം വരുമ്പോൾ ഞാൻ പെട്ടെന്ന് നിങ്ങളോട് ഷെയർ ആക്കലുണ്ട്. അതുപോലെ തന്നെ കുറേ ആൾക്കാർ ജോയിൻ ചെയ്യലുമുണ്ട്. അപ്പോൾ ഇല്ലേ ചില ആൾക്കാർ വിളിച്ചിട്ട് എന്നോട് പറയലുണ്ട് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നെല്ലാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മാറ്റി വെക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ എന്താ പറയുക, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം. അതിൽ ചെക്ക് ചെയ്തിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. കാര്യം അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും കോൺടാക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കിട്ടാത്ത. എന്നോട് പേഴ്സണലായിട്ടും കമൻറ്റിലെല്ലാം ചോദിക്കലുണ്ട്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ ചെക്ക് ചെയ്തോ. കുട്ടികളുടെയും ഉമ്മമാരും എല്ലാവരും ആ ഒരു ടെൻഷൻ കുറയാൻ ഇത് നല്ല ഉപകാരമാണ് കേട്ടോ. ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ എന്താ പറയുക റെസിപ്പിയിലേക്ക് വരാം. ഞാനിപ്പോൾ അടുത്ത ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിക്ക് ആദ്യത്തെ ഫില്ലിങ് റെഡിയായി. അടുത്ത ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിക്ക് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക, എത്ര സ്നാക്ക് വേണോ അതിനനുസരിച്ച്. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ തന്നെ റെഡ് ചില്ലി ഫ്ലെക്സ്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കലാണ്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്കില്ലേ കുറച്ച് മാത്രം ചെറിയ ജീരകം ക്യുമിൻ സീഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക, ഒരു നുള്ളു മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചതും 1 മുറി ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം എന്തായാലും ചേർത്ത് കൊടുക്കട്ടെ. നമ്മൾ സാധാ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് സ്നാക്ക് ഉണ്ടാക്കുന്നതിലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ മസാല ഉണ്ടാക്കിയിട്ട് ചിക്കൻ ഫ്രൈ ആക്കുമ്പം. അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സാക്കി എടുക്കാം. നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പക്ഷേ റെസ്റ്റ് ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞാലും റെസ്റ്റ് ചെയ്യാണ്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാം കൂടി മിക്സാക്കി എടുക്കലാണ്. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു മസാല പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്കാക്കി എടുക്കാം. അടച്ചു വെച്ചിട്ട് കുക്കാക്കുമ്പോൾ പെട്ടെന്ന് ഉൾഭാഗം വെന്തിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് മന്തിയിലെല്ലാം കിട്ടുന്ന ഒരു ചിക്കൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഇല്ലേ ഇതുപോലെ ഉണ്ടാവും. നല്ല ടേസ്റ്റ് ആയിരിക്കും സ്നാക്ക് കഴിക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഇതാ ഞാൻ ഒരു ഭാഗം കുക്കായിട്ട് വന്നേരില്ലേ, ചിക്കനിലുള്ള വെള്ളമെല്ലാം ഇറങ്ങി വന്ന് ചിക്കൻ്റെ ഉൾഭാഗം നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കലാണ്. 2 ഭാഗവും ഒരുപോലെ ഫ്രൈ ആയിട്ട് വരണം. ഈ മസാലയിലെ നല്ല അടിപൊളി മസാലയാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതാ ചിക്കൻ മൊത്തത്തിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക കുബൂസ് ഹമൂസിൻ്റെ എല്ലാം കൂടെ ഈ ഒരു മസാലയിൽ ചിക്കൻ ഫ്രൈ ആക്കിയാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതുണ്ടല്ലേ ചിക്കനെല്ലാം നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതും ഞാൻ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി എടുക്കലാണ്. കൈ വെച്ചിട്ട് ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കത്രിക വെച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കേണ്ട. കാര്യം ചില സ്നാക്കിനല്ലേ നമുക്ക് ഷവർമേലുണ്ടാക്കുന്ന ഒരു വലുപ്പം ഉണ്ടാവില്ലേ, ആ ഒരു ചിക്കൻ്റെ പീസസ്സാണ് കേട്ടോ. കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായാൽ കടിക്കുമ്പം എല്ലാം നല്ല ടേസ്റ്റാണ്. നല്ലോണം പൊടിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഇത് കണ്ടില്ലേ ചിക്കന് ഞാൻ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഒന്ന് ഫ്രൈ ആക്കി എടുത്തേ. പിന്നെ ഞാൻ നേരത്തെ ആൽബഡോൻ്റെ കാര്യം പറഞ്ഞ പോലെ കുറേ ആൾക്കാർ പറയലുണ്ട്, പെട്ടെന്ന് ജോയിൻ ചെയ്ത് അവർക്കെല്ലാം കിട്ടിയെന്ന് പറയുന്നവരുണ്ട്, ജോയിൻ ചെയ്യാൻ കിട്ടിയിട്ടില്ല എന്നെല്ലാം പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയാത്തത് നിങ്ങൾ വയ്യ ചെയ്യാമെന്നെല്ലാം വിചാരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തില്ലാന്നെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ പിന്നെ ഇതുവരെ എൻ്റെ വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ട് അതിന് കഴിഞ്ഞ വീഡിയോയിലെങ്ങാനും കുക്കിംഗ് ഇഷ്ടമല്ലാത്ത ഞാനാണ് അങ്ങനെ എന്തോ കമൻറ്റാണ്, ക്ലിയർ ആയിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇപ്പം കുക്കിങ്ങിനോട് ഭയങ്കര താല്പര്യം ഇർഫാനൻ്റെ വീഡിയോ കണ്ടുകൊണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഞാൻ ഗോൾഡ് ഷോപ്പിംഗ് എല്ലാം ചെയ്തില്ല, അന്നേരം കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അതിന് മാഷാ അല്ലാ ഒരുപാട് മോട്ടിവേഷനാണ്, ലൈഫിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്നല്ലോ. താങ്ക് യു സോ മച്ച്. നിങ്ങളെ കമൻസും നിങ്ങൾ കാണുമ്പം എന്താ പറയുക എവിടുന്നെങ്കിലും കാണുമ്പം കാണിക്കുന്ന ഒരു സന്തോഷമല്ലേ, അതെല്ലാം കാണുമ്പോൾ മനസ്സെന്ന് അറിയും കേട്ടോ. അത്രയും ഹാപ്പിയാണ് മാഷാ അല്ലാ അൽഹംദുലില്ലാ. വീണ്ടും നിങ്ങളെ എന്താ പറയുക നല്ല കമൻസും സപ്പോർട്ടെല്ലാം പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻസും എല്ലാം ചെയ്യാം കേട്ടോ. പിന്നെന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വീഡിയോസ് ഷെയർ ആക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാൻ ചിക്കനെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1/2 മുറി കാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തേ. ഇനിയിപ്പോൾ ഇതാ ഇതൊന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം കുക്കാക്കി എടുക്കേണ്ടെന്ന് ആവശ്യമില്ല. 3 കളറിലെ ക്യാപ്സിക്കം ഞാൻ കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കളറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഐറ്റംസ് എല്ലാം ഫില്ലിംഗ് എല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്കാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. നല്ലോണം വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല. 1 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ തന്നെ സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കുക. 1-1.5 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ.
ഇനിയിപ്പോൾ ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്കല്ലേ ക്രഷ് ചെയ്ത കുരുമുളക് 1 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് അല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി ഫ്ലെക്സും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്കാക്കി എടുക്കുക. ഈ ഒരു ക്യാബേജും ക്യാപ്സിക്കൊന്നും നല്ലോണം കുക്കായി വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി കേട്ടോ. നല്ല സ്മെല്ലാണ് ഇത് കുക്കാക്കി എടുക്കുമ്പം. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫ്രൈ ആക്കിയിട്ട് പൊടിച്ച് വെച്ച ചിക്കനില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു ഫില്ലിങ്ങില്ലേ നമുക്ക് ചപ്പാത്തിൻ്റെ എല്ലാം കൂടെ റോൾ ചെയ്തിട്ടെല്ലാം കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ് റെഡിയായി. ഇനിയിപ്പോൾ ഇതാ ആദ്യം ഞാൻ ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഇതാ ബ്രെഡിൻ്റെ സൈഡെല്ലാം ഞാൻ കട്ടാക്കി എടുത്തിട്ടില്ലേ, ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കലാണ്. ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതാ ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ടാക്കിയിട്ട് പൊടിച്ചെടുക്കലാണ്. ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ടാക്കിയിട്ട് പൊടിച്ചെടുക്കുമ്പോഴേ സ്നാക്ക് കാണാനൊരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ. ബ്രെഡെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം വേണ്ടതിൽ ബ്രെഡ് തന്നെയാണ്. ഞാനില്ലേ റൗണ്ടായിട്ട് കട്ടാക്കി എടുക്കലാണ് കേട്ടോ. 2 ബ്രെഡ് ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് റൗണ്ട് ആക്കിയിട്ട് കട്ടാക്കി എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഓരോന്നായിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെയില്ലേ റൗണ്ട് ബ്രെഡെല്ലാം നിങ്ങൾക്ക് ഇപ്പം MRIയിലെല്ലാം റൗണ്ട് ബ്രെഡെല്ലാം കിട്ടലുണ്ട്. അങ്ങനെ കിട്ടുന്ന ബ്രെഡാണെന്നുണ്ടെങ്കിൽ അതെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഏത് ഷേപ്പിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ റൗണ്ട് ഷേപ്പിൽ ചെയ്യുമ്പം കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അപ്പോൾ ഇതാ എല്ലാ ബ്രെഡും ഞാൻ ഇതുപോലെ കട്ടാക്കി എടുക്കലാണ്, സൈഡെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കലാണ്. പിന്നെ ബാക്കി വരുന്ന ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്ക് പൊടിച്ചെടുത്താലും ഇപ്പം റമദാൻ്റെ ടൈമെല്ലാം എന്താ പറയുക, നമ്മൾ ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക റെസിപ്പീസ് പ്രിപ്പറേഷൻ വ്ളോഗെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടോക്കാം കേട്ടോ, കഴിഞ്ഞ റമദാൻ്റെ ടൈമെല്ലാം. ഇനിയിപ്പം വേണ്ടത് മൈദയാണ്. ഒരു 1/4 കപ്പ് മൈദ, 1 മുട്ട, കുറച്ചധികം വെള്ളവും കൂടി മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തതാണ് കേട്ടോ. ആ കാണുന്ന ഒരു ബൗളിൽ കാണുന്നത്. ഇനിയിപ്പോൾ ഇതാ ഈ ബ്രെഡിൻ്റെ നടുവിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ബ്രെഡിൻ്റെ സൈഡിലായിട്ടില്ലേ കുറച്ച് ആ ഒരു മാവൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് 2 സൈഡിലും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കുക. സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു ഫില്ലിങ് സ്നാക്കെല്ലാം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെന്താ, ഞാൻ കഴിഞ്ഞ 2 സ്നാക്സിൻ്റെ റെസിപ്പി ചെയ്തിട്ട് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിന്. ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കാമെന്ന് പറഞ്ഞവരുണ്ട്, ഉണ്ടാക്കിയിട്ട് പിക്ക് അയച്ചവരുണ്ട്. താങ്ക് യു സോ മച്ച്. ഇനിയിപ്പോൾ ഇതാ എല്ലാം ഫില്ലിങ് ഞാൻ ഇട്ടോക്കലാണ്. പിന്നെ ആ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ഒന്ന് കാണാത്തവർ കണ്ടോക്കട്ടോ. ഈ വീഡിയോൻ്റെ തൊട്ട് മുമ്പുള്ള 2 റെസിപ്പീസാണ്. കാണാത്തവർ കണ്ടോക്കട്ടോ. അത് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിച്ചവരുണ്ട്. ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ 2 ഭാഗവും ഒരുപോലെ ഒട്ടുന്ന രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം സെയിം അതിൽ തന്നെ ആ ഒരു മാവ് ഞാൻ പറഞ്ഞിട്ടില്ലേ, മൈദ, മുട്ട, വെള്ളം ഒന്ന് അടിച്ചെടുത്തതാണ്. കുറച്ചധികം സ്നാക്ക് ഉണ്ടാക്കുന്നെങ്കിൽ 1 കപ്പ് മൈദയും 1 മുട്ടയും വെള്ളവും കൂടി അടിച്ചെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രമാണെങ്കിൽ 1 കപ്പ് 1/2 കപ്പ് വെള്ളം, 1/2 കപ്പ് മൈദ, 1 മുട്ട. ഇനിയിപ്പോൾ ഇതാ പൊടിച്ച് വെച്ച നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ബ്രെഡിൻ്റെ സ്നാക്കില്ലേ, ഈ ഒരു മൈദേൻ്റെ മിക്സിയിലേക്ക് മുക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസിലിട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് കുക്കായിട്ട് വരും കേട്ടോ. സാധാരണ അധികം ആൾക്കാരും മുട്ട മാത്രം മിക്സ് ആക്കിയിട്ട് മുക്കിയെടുക്കലാണ്. പക്ഷേ ഈ മൈദയിൽ ചെയ്തെടുക്കുമ്പം ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ. മൈദയിൽ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കുക. ഒട്ടും എണ്ണ കുടിക്കാണ്ട് നമുക്ക് സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ലോണം എണ്ണ കുടിക്കും കേട്ടോ. അതുപോലെ തന്നെ മൈദ ചേർക്കുമ്പം കുറച്ച് കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് അടിച്ച് കഴിഞ്ഞാൽ തീരെ എണ്ണ കുടിക്കില്ല അങ്ങനെ. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കലാണ്. നല്ല ഭംഗിയുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നമുക്കിപ്പം ഗസ്റ്റ് വന്നാലോ ഇല്ലാന്നുണ്ടെങ്കിൽ റമദാൻ്റെ ടൈമെല്ലാം ടേബിളിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലില്ലേ ഈ ഒരു സ്നാക്കിലേക്ക് ആയിരിക്കും എല്ലാവരും നോക്കുക. അത്രയും അടിപൊളിയാണ് ഈ ഒരു സ്നാക്ക് കാണാൻ വേണ്ടിക്ക്. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ ഒന്ന് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇതാ എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് ആ ഒരു ബ്രെഡിൻ്റെ ആ ഒരു പൊടി എന്താ പറയുക വരുന്ന രീതിയിൽ ഒന്ന് ചെയ്തെടുക്കാം. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക്. അപ്പം നിങ്ങൾക്ക് ഈ ഞാൻ ഉണ്ടാക്കിയ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നാക്ക് ഏതാണോ അത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്കും കൂടി അറിയാൻ പറ്റുമല്ലോ. ഞാനിത് ഓരോന്നും അങ്ങനെ ചെയ്തെടുക്കലാണ്. പിന്നെന്താ,
പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം കുറേ ആൾക്കാർ അബായൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോൾഡ് ഔട്ട് ആയി പോയ കുറേ ഡ്രസ്സിങ്ങിൽ ഇപ്പം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുന്നുണ്ട്. അതിൽ ഞാൻ ഇനി വരുന്ന ഇപ്പം എൻ്റെ കയ്യിൽ ഡ്രസ്സിൽ ഏകദേശം എല്ലാം തീർന്നിട്ടുണ്ട്, അബായും തീർന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഒരു ഗോൾഡ് ഷോപ്പിൽ പോകുമ്പോൾ ഇട്ട ഒരു അബായില്ലേ, അത് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റും, വേണമെന്നുണ്ടെങ്കിൽ മാത്രം. പിന്നെന്താ, ഇൻഷാ അല്ലാഹ് ഞാൻ ഇൻസ്റ്റയിലെ ഇന്ന് ഒരു 5:30 അല്ലാന്നുണ്ടെങ്കിൽ 8 മണിക്ക് എങ്ങാനും ഒരു പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്, ഈദ് കളക്ഷൻസ് വന്നിട്ടുണ്ട്, ഷെയർ ആക്കാം. അന്നേരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോട്ടോ. ഇർഫാന ഷംഷീർ എന്നാണ് ഇൻസ്റ്റയുടെ പേജ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തോട്ടോ. ഇനിയിപ്പോൾ ഇതാ ബ്രെഡിൻ്റെ സ്നാക്കെല്ലാം റെഡിയാക്കി എടുത്ത് ഇനിയിപ്പോൾ അടുത്ത സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിക്ക് നമ്മൾ ഫില്ലിങ് റെഡിയാക്കിയിട്ടില്ലേ, അതിൻ്റെ സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാനിതാ 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 മുട്ട ഇതുപോലെ പൊട്ടിച്ചെടുക്കുക. കുറച്ച് അധികം സ്നാക്ക് റെഡിയാക്കുന്നതുകൊണ്ടാണ് ഞാൻ 3 കപ്പ് മൈദ എടുത്തത് കേട്ടോ. ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്നതല്ലേ, അതുകൊണ്ട് എന്താ പറയുക, വീട്ടിലുണ്ടാക്കുന്നതല്ലാന്നൊക്കെ 1 കപ്പ് മൈദയിൽ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. 2 മുട്ട 2 കപ്പ് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. 3 കപ്പ് മൈദക്ക് 3 കപ്പ് വെള്ളം കറക്റ്റ് അളവാണ്. എന്നിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ രണ്ടാമതുണ്ടാക്കിയ ഫില്ലിങ്ങില്ലേ, ചിക്കനെല്ലാം ഫ്രൈ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മാവാണ് കേട്ടോ ഇത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. നമ്മൾ സാധാ ചിക്കൻ റോളെല്ലാം റെഡി ആക്കൂലേ, അതിൻ്റെ മാവ് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇതിനൊരു സ്പെഷ്യലായിട്ട് നമ്മൾ ഇതിൽ കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നത് മാത്രം. അപ്പോൾ ഇതാ ഓയിലും കൂടി ഒഴിച്ചെടുത്ത് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാനിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. കൂടെ പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യവും വരില്ല. കുറച്ച് ഒറിഗാനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, എന്നാൽ കാണാനൊരു ഭംഗിയായിരിക്കും. നമ്മൾ ദോശ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ കാണാനൊരു ഭംഗിയായിരിക്കും, സ്പെഷ്യൽ ആയിട്ട് തോന്നും. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ആദ്യത്തെ സ്നാക്ക് നമുക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുക, അതുപോലെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ലാസ്റ്റ് പറയാം കേട്ടോ, അത് ഞാൻ എണ്ണയിലിട്ട് ഫ്രൈ ആക്കുന്നതെല്ലാം ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഞാനിതാ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിക്ക് പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നല്ലോണം ചൂടായ പാനിലേക്ക് ഈ ഒരു മാവ് ഒഴിച്ച് കൊടുക്കുക. ഇതിലെല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ ഇങ്ങനെ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിക്കെല്ലാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലേ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ഇതുപോലത്തെ സ്നാക്സിൻ്റെ റെസിപ്പീസും പാർട്ടി വ്ളോഗും ഡെയിലി റൂട്ടീനും കാര്യങ്ങളും എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടു നോക്കുക. പിന്നെ ഏത് റെസിപ്പിയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ കൂടെ ഇർഫാന ഷംഷീർ എന്ന് ചേർത്ത് കഴിഞ്ഞാലേ ആ റെസിപ്പിയും കൂടി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ 2 ഭാഗം ഒരുപോലെ കുക്കാക്കി എടുക്കുക കേട്ടോ. നല്ലോണം കുക്കാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഭാഗം കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. നല്ലോണം ഫ്ലെയിം കൂടുതലാണെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒരു മീഡിയം ഫ്ലെയിം ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിൽ അങ്ങനെ ചെയ്തെടുത്തോട്ടെ. അപ്പോൾ ഇതാ ഞാൻ ദോശയെല്ലാം ഇതുപോലെ ചുട്ടെടുക്കലാണ്. 2 ഭാഗവും തിരിച്ചിട്ട് കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 ഭാഗവും തിരിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് പാനിൽ നിന്നും കോരിമാറ്റാം. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കണം. ഈ ഒരു ഫില്ലിങ്ങിൽ നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലേക്കെല്ലാം ചപ്പാത്തിൻ്റെ എല്ലാം ഇടയിൽ വെച്ച് കൊടുക്കാനെല്ലാം നല്ല ടേസ്റ്റാണ്. ഫില്ലിങ് വെറുതെ ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ രാവിലെ കുട്ടികൾക്ക് എന്താ പറയുക, സ്കൂളിലേക്കെല്ലാം ചപ്പാത്തി ഇല്ലാന്നുണ്ടെങ്കിൽ മൈദ ആട്ടൻ്റെ ദോശയെല്ലാം ചുട്ടിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ടിഫിൻ ബോക്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഞാനിതാ അതിലേക്ക് കുറച്ച് ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മോസറല്ല ചീസ്. അത് ഓപ്ഷണലാണെന്ന് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ചീസി ആവും, കുറച്ചുകൂടി ടേസ്റ്റ് വരും കേട്ടോ നമ്മുടെ ആ ഒരു ഫില്ലിങ്ങിന്, സ്നാക്കിന്. ഇപ്പം ഇതാ ഇതുപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയെടുക്കലാണ്. പിന്നെ ലാസ്റ്റ് ഭാഗത്ത് നിന്ന് ഫില്ലിങ് വീണോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കലാണ്. അപ്പം എൻ്റെ കയ്യിൽ മാവന്നെ കുറച്ച് ഉണ്ടായതുകൊണ്ട് ഞാനത് കുറച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഇതാ ഇതുപോലെ കൈവച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതേത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ഷേപ്പിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഈ ഒരു ഷേപ്പിലാകുമ്പം കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഇതിങ്ങനെ തന്നെ നമുക്ക് എന്താ പറയുക കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഓവണിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചീസെല്ലിട്ട് മല്ലിയിലിട്ട് സെറ്റാക്കിയിട്ട് കഴിക്കുമ്പോൾ വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കും. ഇത് നമുക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഇതിങ്ങനെ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ രാവിലെ കുട്ടികൾക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ടിഫിൻ ബോക്സിൽ ഇട്ട് കൊടുക്കാൻ മാത്രമേ വേണ്ടൂ. അടിപൊളി സ്നാക്ക് തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും എല്ലാം കഴിക്കാൻ പറ്റുന്ന, വയറെല്ലാം നല്ലോണം ഫില്ലാവുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഇതിൽ വെജീസും കാര്യങ്ങളെല്ലാം വന്ന്, പിന്നെ മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ഭാഗവും ഒരുപോലെ ഒട്ടിച്ചു കൊടുക്കലാണ്. ഇത് മൊത്തത്തിൽ ചെയ്തെടുക്കലാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഡ്രസ്സെല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്, എല്ലാം തീർന്നു പോയിട്ടുണ്ട് കേട്ടോ, അബായും കാര്യങ്ങളും എല്ലാം. ഇനി ഇൻഷാല്ലാ ഞാൻ പറഞ്ഞ പോലെ ഇൻസ്റ്റയിൽ ഇന്ന് ഞാൻ പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്യും. ആ ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഷെയർ ആക്കിക്കോ. പിന്നെ കുറേ മെസ്സേജ് എനിക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്, പ്രൈസ് എത്രയാണെന്ന് വെച്ചത്, പിന്നെ ഈ ഡ്രസ്സ് ഉണ്ടോ അങ്ങനെയെല്ലാം ചോദിച്ചിട്ട്. പക്ഷേ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ റീപ്ലൈ തരാത്തത്. കാര്യം എല്ലാവരുടെ മെസ്സേജിനും ഒരുപോലെ റീപ്ലൈ തരാൻ കഴിയില്ലല്ലോ, കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമമായെങ്കിൽ സോറി. അപ്പോൾ തീർന്നുകൊണ്ടാണ് കേട്ടോ റീപ്ലൈ തരാത്തത്. അപ്പോൾ ഈ എന്താ പറയുക വീഡിയോയിൽ വന്നിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റീപ്ലൈ തരാണ്ടുന്നത്. പിന്നെ അബായ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഗോൾഡൻ ഷോപ്പ് എന്താ പറയുക ഗോൾഡ് ഷോപ്പിൽ പോകുമ്പോൾ ഇട്ട ഒരു അബായില്ലേ ഞാൻ ലാസ്റ്റ് ചെയ്തൊരു വ്ളോഗിൽ, ആ ഒരു അബായ എനിക്ക് ചെയ്തു തരാൻ പറ്റും. പിന്നെ കയ്യിൽ ഒരു നെറ്റ് വരുന്ന ഒരു അബായും കൂടിയുണ്ട്, അതും വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു തരാൻ പറ്റും. ബാക്കിയെല്ലാം സോൾട്ട് ഔട്ട് ആയി കേട്ടോ. പിന്നെന്താ നിങ്ങൾ സൈസ് പറഞ്ഞു തരുവാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തു തരാൻ പറ്റും. അങ്ങനെ ആ ഒരു അബായാണ് കൂടുതൽ ഓർഡർ വന്ന അബായും അങ്ങനെ. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ സെർവ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുകളിൽ കുറച്ചധികം ഇത് നമുക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാം. അതുപോലെ തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് നമുക്കിങ്ങനെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചധികം ചീസെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഓവനിൽ വെച്ച് കൊടുത്തിട്ട് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളി സ്നാക്കാവും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ കഴിക്കാനും അടിപൊളിയാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഇത് ഞാൻ ചിക്കൻ റോളില്ലേ ആ ഒരു ടൈപ്പിൽ ചെയ്തെടുക്കലാണ്. ഞാൻ ഇതുപോലെ തന്നെ ഫില്ലിങ് വെച്ച് കൊടുത്തു, അതിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുത്തു, എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കലാണ്. ഇതും നല്ല അടിപൊളി ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാലും അടിപൊളിയാണ്. പക്ഷേ ഇത് നമ്മൾ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദോശൻ്റെ വലിപ്പം കുറച്ച് ചെറുതാക്കിയിട്ട് ദോശ ചുട്ടിട്ടില്ലേ കുറച്ച് ഫില്ലിംഗ് എല്ലാം ഇട്ടിട്ട് അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ചിക്കൻ റോളായിട്ട് ചെയ്തെടുക്കില്ല, അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പം വലുതായിട്ട് തന്നെയല്ലേ മൊത്തത്തിൽ ദോശ ചുട്ടെടുത്തത്, അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ രീതിയിൽ തന്നെയാണ്. ഇപ്പം എല്ലാം കുഞ്ഞു കുഞ്ഞു സ്നാക്കിനെക്കാട്ടിയും കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാകുക കുറച്ച് വലിയ സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വലിയ രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സ്നാക്ക് കഴിക്കുമ്പം തന്നെ വേറെല്ലാം ഫില്ലാവും. അങ്ങനെ നല്ല ടേസ്റ്റാണ് ഇത്. ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഓവനിൽ വെച്ച് കൊടുക്കുക. അതിന് മുകളിൽ കുറച്ച് ചീസെല്ലാം വെച്ചിട്ട് ഓവനിൽ വെച്ച് കൊടുത്തിട്ട് മെൽറ്റാക്കി എടുക്കുക. ഓവൺ തന്നെ വേണമെന്നില്ല, നമുക്ക് പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു തുള്ളി വെള്ളം ഒരു ടേബിൾ സ്പൂണെല്ലാം വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു സ്നാക്കെല്ലാം വെച്ച് കൊടുക്കാം. ഫ്രീസ് ചെയ്ത സംഭവം കേട്ടോ പറയുന്നത്. എന്നിട്ട് എന്താ പറയുക അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്കാക്കി എടുത്താൽ തന്നെ അതിന് മുകളിൽ കുറച്ച് ചീസെല്ലാം ഇട്ടിട്ട് കുക്കാക്കി എടുത്താൽ തന്നെ ചീസെല്ലാം ഒന്ന് മെൽറ്റായി കുക്കായിട്ട് വരും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വേറൊരു രീതിയിൽ ചെയ്തെടുക്കലാണ്. ആ ഒരു റോള് നമ്മൾ സാധാ ചിക്കൻ റോളെല്ലാം ചെയ്യൂലേ അതുപോലെ ഒരു മുട്ടയും കുറച്ച് പാലും കൂടി മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തതാണ്. അതിലേക്ക് മുക്കിക്കൊടുക്കുക, എന്നിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് കൊട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിൽ മൊത്തത്തിൽ പൊതിഞ്ഞെടുക്കാം. നമുക്ക് സ്നാക്ക് തന്നെ ഒരു ഫില്ലിങ് വെച്ചിട്ട് തന്നെ പല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ ഈ ഒരു സ്നാക്ക് കഴിക്കുന്ന ടേസ്റ്റ് ആയിരിക്കില്ല മറ്റൊരു സ്നാക്ക് കഴിക്കുമ്പോൾ ഉണ്ടാവാം, കാരണം ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഇത് നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്ത് ഫ്രൈ ആക്കുന്നതാണ്, മറ്റേത് നമ്മൾ ഓവനിലോ പാനിലോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നതാണ്. എന്നാൽ അതിന് മുകളിൽ നമ്മൾ ചീസ് ഇട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും വേറൊരു ടേസ്റ്റ് ആയിട്ട് മാറും, ആ ഒരു പിസ്സൻ്റെ എല്ലാം ടേസ്റ്റ് ആയിട്ട് മാറും. അങ്ങനെ ഒരു ഫില്ലിങ് വെച്ചിട്ട് തന്നെ പല രീതിയിൽ നമുക്ക് സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഈ ഒരു ഫില്ലിങ്ങിനെ കൊണ്ടാണ് ഇത് ചെയ്തെടുത്തെന്ന് ഒരിക്കലും മനസ്സിലാവുകയും ചെയ്യില്ല. അങ്ങനെ ഒരു ഫില്ലിങ് റെഡി ആക്കുമ്പോൾ നമ്മൾ ചീസ് ഇട്ട് കൊടുക്കുക, വേറൊരു ഫില്ലിങ് റെഡി ആക്കുമ്പോൾ ചീസ് ഇല്ലാണ്ട് ചെയ്തെടുക്കുക. അങ്ങനെയെല്ലാം ടേസ്റ്റിൽ വ്യത്യാസം വരുത്താൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുക്കലാണ്. കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല മൊഞ്ചുള്ള സ്നാക്സാണ്, കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പാർട്ടിയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ റമദാൻ്റെ ടൈമെല്ലാം സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ലുക്കായിരിക്കും. ഇനിയിപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാമെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. സിബ്ലോ കവറിലോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബോക്സിലോ ആക്കിയിട്ട് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുക. ഒരാഴ്ച 2 ആഴ്ചയെല്ലാം ഒരു കേടും കൂടാണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ സിബ്ലോ കവറാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലുതിലോ ചെറുതിലോ നിങ്ങൾക്ക് എത്ര ഉണ്ടോ സ്നാക്ക് അതിനനുസരിച്ച്. ഞാനിപ്പോൾ ആക്കിയ അളവിന് കുറച്ചധികം സ്നാക്ക് തന്നെ റെഡിയാക്കി എടുക്കുക. പക്ഷേ നിങ്ങൾക്ക് അതിലും കൂടുതൽ വേണം ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകാനും എല്ലാം ടൈം കിട്ടും. കുറേ ടൈം നമ്മൾ ഈ കിച്ചണിൽ തന്നെ ചിലവാക്കേണ്ട ആവശ്യം വരില്ല. ഇതെല്ലാം ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫ്രഷ് ടേസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. ഞാനിപ്പോൾ സിബ്ലോ കവറിലാക്കി വെക്കലാണ്. ഇതുപോലെ സിബ്ലോ കവറിലോ ബോക്സിലോ ആക്കിയിട്ട് വെക്കാം കേട്ടോ.
ഇതുപോലെ തന്നെയല്ലേ കഴിഞ്ഞ റമദാൻ്റെ ടൈമിൽ ഞാൻ ഒരുപാട് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റിയ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടൊക്കെ ഇർഫാന ഷംഷീർ സ്നാക്സ് റെസിപ്പീസ് എന്നോ റമദാൻ സ്പെഷ്യൽ സ്നാക്ക് എന്നോ പ്രിപ്പറേഷൻ വ്ളോഗ് എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് സ്നാക്സിൻ്റെ റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ കണ്ണൂർ പഴയകാലത്തിൽ ഉണ്ടാക്കുന്ന നാടൻ സ്നാക്സിൻ്റെ റെസിപ്പീസ് എല്ലാം ചെയ്തിട്ടുണ്ട്, കണ്ടോക്കാം. ഇത് ഞാൻ മൊത്തത്തിൽ ഇതുപോലെ വെച്ച് കൊടുക്കലാണ്. ഇത് ബോക്സിൽ വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒന്ന് ഇതെല്ലാം എന്താ പറയുക കവർ ചെയ്തെടുത്തിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുക കേട്ടോ. നമ്മളിത് സ്നാക്ക് പൊരിക്കും മുമ്പ് ഒരു 5-10 മിനിറ്റ് മുമ്പേ പുറത്തെടുത്ത് വെച്ചിട്ട് ആവശ്യമുള്ള സ്നാക്ക് മാത്രം പുറത്തെടുത്തിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറേ നേരം നമ്മൾ പുറത്തെടുത്ത് വെച്ച് പിന്നെയും ഫ്രിഡ്ജിൽ വെച്ച് പിന്നെയും പുറത്തെടുത്ത് വെച്ച് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പം പെട്ടെന്ന് സ്നാക്കെല്ലാം പോയി പോവും. നമ്മൾക്ക് ആവശ്യത്തിന് മാത്രം റമദാൻ്റെ ടൈം ആകുമ്പം ഫ്രൈ ആക്കണമെന്ന് തോന്നുന്ന ആ ഒരു ടൈം മുമ്പേ ഒരു 5 മിനിറ്റ് മുമ്പേ പുറത്തെടുത്ത് വെക്കാം. അതിന് മുകളിൽ നിന്ന് ഓരോരോ സ്നാക്ക് എടുത്ത് ആവശ്യമുള്ളത് എടുത്ത് പ്ലേറ്റിൽ വെച്ച ശേഷം ബാക്കിയുള്ളത് വേഗം ഫ്രീസറിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്കിത് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റുക. പിന്നെ മറ്റേ സ്നാക്ക് എന്ന് പറഞ്ഞിട്ടില്ല, ആ ഒരു ദോശ ചുട്ട സ്നാക്കില്ലേ, അതെങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് മുകളിലായിട്ട് കുറച്ച് എന്താ പറയുക മൊസറല്ല ചീസോ സ്ലൈസ്ഡ് ചീസോ വെച്ച് കൊടുക്കുക. കുറച്ച് ഒറിയാനോ മുളക് പൊടിയിൽ ഇട്ട് കൊടുത്തിട്ട് ഓവണിൽ വെച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പാനിൽ വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അതിന് സെയിം ഒന്നും ഇടാണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടും കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ വെച്ച് കൊടുക്കലാണ്. നല്ല ഭംഗിയുള്ള സ്നാക്കാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ആയിട്ട് ഇടാം കേട്ടോ. നിങ്ങളെ ലൈക്കും കമൻറ്റ്സ് എല്ലാം ആകുമ്പോൾ ഒന്ന് കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മൾ വീഡിയോസ് എത്താം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും കൂടി ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടതും കൂടി കാണിക്കാം. നമുക്ക് ഈ സ്നാക്ക് ഫുള്ളായിട്ടൊരു റൗണ്ട് പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ട് ഓവണിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ചീസ് മുകളിൽ ഇട്ട് കൊടുക്കുക. കുറച്ച് ഒറിഗാനോ പിന്നെ എന്താ പറയുക റെഡ് ചില്ലി ഫ്ലെക്സോ അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ ഇട്ടിട്ടാണ് ഇത് ഓവണിൽ വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലത്തെ റൗണ്ട് പ്ലേറ്റിൽ ട്രയലെല്ലാം മൊത്തത്തിൽ ഈ സ്നാക്ക് സെറ്റ് ചെയ്തിട്ട് അതിന് മുകളിലായിട്ട് ഈ ഒരു ചീസെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഓവണിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റമദാൻ്റെ ടൈമെല്ലാം പ്ലേറ്റെല്ലാം സെർവ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിക്ക്. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഓവണിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ചീസെല്ലാം ഒന്ന് മെൽറ്റായിട്ട് കിട്ടും. ഇനി ഇതിന് മുകളിൽ ചെറുതായിട്ട് കട്ടാക്കി വെച്ച മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കലാണ്. ഒരു ഭംഗിക്ക് വേണ്ടിക്കാണ് കേട്ടോ, ഒരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിക്കാണ്. എന്നിട്ട് ഇത് കഴിക്കുമ്പോൾ ഉള്ളിൽ നല്ല ചീസി ആയിട്ട് അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ആക്കി നോക്കാത്തവർ ട്രൈ ആക്കി നോക്കാം. ഇതിൻ്റെ പ്രത്യേകത ഇത് നമുക്ക് ടിഫിൻ ബോക്സ് ആയിട്ടും റെസിപ്പി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ ബ്രെഡ് റോളും ഒരു ബ്രെഡിൻ്റെ സ്നാക്കും ഇല്ലേ അതും കൂടി ഫ്രൈ ആക്കിയിട്ട് കാണിച്ചു തരാം. നമ്മൾ സാധാ സ്നാക്കെല്ലാം ഫ്രൈ ആക്കി എടുക്കുന്ന പോലെ തന്നെയാണ്. കുറച്ച് ഓയിലിൽ എന്താ പറയുക ഓയിൽ നല്ലോണം ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്നാക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗവും കളറെല്ലാം ചേഞ്ച് ആയിട്ട് വരുന്നത് വരെ കുക്കാക്കി എടുക്കുക. നല്ല കളറെല്ലാം ചേഞ്ച് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എണ്ണയിലൊന്ന് കോരി മാറ്റുക. നമ്മളിത് മൈദയിൽ മുക്കി പൊരിക്കുന്നതുകൊണ്ട് തന്നെ അധികം എണ്ണ ഉണ്ടാവില്ല. മുട്ടയിലാകുമ്പോൾ നല്ലോണം എണ്ണ ഒടിക്കും കേട്ടോ. അപ്പം മൈദയിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കെല്ലാം നല്ല കളറെല്ലാം ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് പൊങ്ങി വരും കേട്ടോ. ഞാൻ അധികം വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, കാര്യം ഇപ്പം തന്നെ വീഡിയോ ലെങ്തിയാണ് അങ്ങനെ. അപ്പോൾ ഇതാ ഇത് ഞാൻ കോരിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കലാണ്. നമുക്ക് റമദാൻ്റെ ടൈമല്ലേ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ സ്നാക്കെല്ലാം റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അടിപൊളിയല്ലേ, ഏറ്റവും ഈസി അല്ലേ. നമുക്ക് ലാസ്റ്റ് ടൈം വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. ഞാൻ ടിഷ്യൂ പേപ്പറിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ആകെ കുറച്ച് കുടിച്ച ആ ഒരു എണ്ണ ഉണ്ടാവില്ലേ അതങ്ങനെ പോയി കിട്ടും. സാധാരണ ബ്രെഡിൻ്റെ സ്നാക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ നല്ലോണം എണ്ണ ഒടിക്കൂലേ, അതൊട്ടും എണ്ണ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഇതിൽ കാണിച്ചു തരാം. നല്ല ക്രിസ്പിയാണ്, പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല ഫില്ലിംഗ് എല്ലാം ആയിട്ട് അടിപൊളിയാണ്. ദണ്ടിലെ ഒട്ടും എണ്ണയില്ല. ബ്രെഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ലയെന്നുണ്ടെങ്കിൽ ബ്രെഡിൽ മൊത്തത്തിൽ എണ്ണ ഒടിച്ചിട്ട് കടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലെല്ലാം ഉണ്ടാവുക. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈദയിലാണ് ഇത് ചെയ്തെടുത്തത്, മറ്റേത് മുട്ടയിൽ നമ്മൾ മുക്കി പൊരിക്കുന്നുണ്ടാകുന്ന കേട്ടോ. പിന്നെ ഇതിലും എണ്ണ ഒടിക്കാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തീരെ എണ്ണ ഒടിക്കില്ല അങ്ങനെ. അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു സ്നാക്ക്. ഇതിപ്പം കുറച്ച് തണിഞ്ഞിട്ടുണ്ട്, ഞാൻ നേരത്തെ കുക്കാക്കി വെച്ചതല്ലേ. ചൂടോടെ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ചീസെല്ലാം വെല്ലിന് വരും കേട്ടോ. അപ്പോൾ ഇതാ ഇതിലും നമ്മൾ ചീസ് കുറച്ച് അധികം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കഴിക്കാൻ വേണ്ടിക്ക്. നല്ല സ്മെല്ലാണ്, ഒരു ക്യാപ്സിക്കത്തിൻ്റെയും എല്ലാം ആയിട്ട് അടിപൊളി സ്മെല്ലാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.